മന്ത്രി വീണ ജോർജിന്റെ വ്യാജ ആരോപണത്തിന്റെ പേരിൽ കെഎസ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 ആളുകൾ 5 ദിവസമായി ഇവിടെ ജയിലിലാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി ആ സർക്കാരിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ പേരിൽ കേവലം 5 കെഎസ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ വലിയ രീതിയിലേക്ക് ആസൂത്രിതമായിട്ടുള്ള നീക്കം മന്ത്രിക്കെതിരെ ഉണ്ടായി എന്ന തരത്തിലേക്കും വ്യാജമായിട്ടുള്ള മൊഴി കൊടുത്ത് അവരെ ജയിലടയ്ക്കാനുള്ള ഒരു നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ മന്ത്രിയുടെ പ്രതികരണം കൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായി മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിനെല്ലാം ബോധ്യമായി. അത് മന്ത്രിയുടെ ഈ പ്രതികരണം ഒരു ചാനലിന് കൊടുത്ത പ്രതികരണത്തിൽ വന്ന കുമ്മോജികളുടെ എണ്ണം തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ കേരളീയ പൊതുസമൂഹമെല്ലാം ഈ മന്ത്രിയെയും ഈ സർക്കാരിനെയും പുച്ഛിച്ചു തള്ളുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനാധിപത്യപരമായി ഒരു സംസ്ഥാനത്ത് ഒരു ഭരണകൂടം നടത്തുന്ന ചെയ്തികൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഞങ്ങളുടെ അവകാശം മാത്രമാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. യാതൊരു രീതിയിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്യണമെന്ന ഒരു താല്പര്യമോ അതിനുള്ള ശ്രമമോ കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ വലിയ രീതിയിൽ ആ വിഷയത്തെ വക്രീകരിച്ചുകൊണ്ട് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ പ്രസ്താവന മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കണ്ണൂർ ജില്ലയിൽ എത്രയോ ഇടങ്ങളിൽ കെഎസ്യുവിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന സാഹചര്യമുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലേക്ക് വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികളെല്ലാം നടത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജ് നടത്തിയ ഈ വ്യാജ ആരോപണമാണ്. അദ്ദേഹം പറയുന്നു ഇവിടെ കെഎസ്യുക്കാർ കരുതി കൂട്ടിയിരുന്നു കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ചില CPM നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഗറില്ല യുദ്ധത്തിന് അല്ലെങ്കിൽ ഗറില്ല മോഡൽ ആക്രമണം എല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു. ഇവിടെ എൻ ഷംസീർ ഉൾപ്പെടെ സ്പീക്കറിന്റെ എല്ലാം ഗൂഢാലോചനയെല്ലാം പൊതുസമൂഹത്തിനെല്ലാം മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സർക്കാർ, ആരോഗ്യ വകുപ്പ് അവരുടെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഈ ശ്രമം അവരുടെ മുഖം കൂടുതൽ വികൃതമാകുന്ന സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോയത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിന് യാതൊരു ആത്മാർത്ഥതയുമില്ല. സാധാരണഗതിയിൽ പൗരന്മാർ ഈ നാട്ടിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരമെല്ലാം പ്രഖ്യാപിക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ ഇത് ഭരണകൂടം തിരിച്ച പൗരന്മാർക്കെതിരെ കരുതി കൂട്ടിയിട്ട് ആക്രമണം നടത്തുന്ന ഒരു ശ്രമമാണ്. ഇതൊരു മന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് മന്ത്രി വീണ ജോർജ് ഇനിയെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാപ്പ് പറയണം. ആ പദവിയിൽ തുടരാൻ അവർക്ക് അർഹതയില്ല എന്ന് കെഎസ്യു പറയുകയാണ്. കെഎസ്യു സഹപ്രവർത്തകരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയും. കള്ളം പറഞ്ഞ മന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന എത്ര മ്ലേച്ഛമായിട്ടുള്ള ആരോപണമാണ് ഒരു മന്ത്രി നടത്തുന്നത്? അവരിപ്പോഴും എന്ത് ചെയ്യുന്നു? ഒരു അഭിനയ റാണി എന്ന തരത്തിലേക്ക് വലിയ രീതിയിലേക്ക്, അത് കേരളീയ പൊതുസമൂഹം മുഴുവൻ അവർ പറയുന്നത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞു, അവർ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ടും വീണ്ടും ന്യായീകരിച്ച് ഈ അന്തം കമ്മികളുടെ അല്ലെങ്കിൽ ഒരു ന്യായീകരണ തൊഴിലാളികളുടെ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി താഴരുതെന്നാണ് കെഎസ്യുവിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മേഖല വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ഇവിടെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരന് ഈ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ വിശ്വാസത്തോടുകൂടി എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരു രോഗമായി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അവൻ ജീവിതകാലത്ത് ആ സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു വരരുത് എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ആരോഗ്യ മേഖല തകർന്നിരിക്കുകയാണ്. കൈക്ക് പരിക്കുമായി വന്ന ആളിന് കണ്ണിന് ശസ്ത്രക്രിയ, കാലിന് പരിക്കുമായി വന്ന ആളിന് മൂക്കിന് ശസ്ത്രക്രിയ, അങ്ങനെ വൈവിധ്യമാർന്ന രീതിയിലേക്കെല്ലാം ഇതിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും അത് തിരിച്ചറിയാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് പറയുകയാണ്. കേവലം PR എക്സർസൈസ് കൊണ്ടൊന്നും ഇവർ ചെയ്ത അല്ലെങ്കിൽ ഈ വകുപ്പിനുണ്ടായ ക്ഷീണം പരിഹരിക്കാൻ സാധിക്കില്ല. ഇനിയെങ്കിലും അതുകൊണ്ട് മന്ത്രി ഇന്നലെ പ്രതികരണത്തിൽ പറഞ്ഞ എന്താണ്? ഇതില് നിങ്ങൾ പിടിച്ച അല്ലെങ്കിൽ കെഎസ്യുക്കാർ പിടിച്ച വിഷ്വലുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന്. ഇവരുടെ മുൻപിലെ CCTV, റെയിൽവേ സ്റ്റേഷനിലെ CCTV ലഭ്യമാണ്. അല്ലെങ്കിൽ ഇവർ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് ഭരണം നടത്തുന്നത്? ആഭ്യന്തര വകുപ്പിന് ഇതിന്റെ എല്ലാം വിവരങ്ങൾ ലഭിച്ചല്ലോ. അതിനുശേഷം ഓരോ CPMന്റെ ആളുകൾ ഇരുന്നിട്ട് നടത്തുന്ന പത്രസമ്മേളനം എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർത്തും അപഹാസ്യകരമായിട്ടുള്ള രീതിയിലേക്കാണ്. ഈ ജയരാജൻ ഇന്നലെ ഇരുന്നിട്ട് പത്രസമ്മേളനം എല്ലാം ആക്ഷൻ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പത്രസമ്മേളനം നടത്തുന്നതെല്ലാം കണ്ടു. ഇങ്ങനെ ഇവർക്ക് നാണമില്ലേ?
ഇതെല്ലാം ഇവരിപ്പോഴും 60-കളിൽ 70-കളിലെല്ലാം ഒരു അവസ്ഥയിലേക്ക് ഇവർ ഇതിന്റെ എല്ലാം ചിന്തിച്ചു മുന്നോട്ട്. ഇത്രയേറെ സാമൂഹ്യ മാധ്യമങ്ങൾ വളർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എല്ലായിടത്തും ക്യാമറ കണ്ണുകളുള്ള സാഹചര്യത്തിൽ, CCTVകൾ ചുറ്റുമുള്ള സാഹചര്യത്തിൽ ഇവർ പറയുന്ന വിടുവായുത്തരം വിശ്വസിക്കുകയല്ല കേരളീയ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാകില്ല എന്നൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയിൽ നിന്ന് ജയരാജൻ ഇനിയെങ്കിലും പുറത്തേക്ക് കടന്നു വരണമെന്ന ഒരു ആവശ്യം കൂടി കേസ് മുന്നോട്ട് വയ്ക്കുകയാണ്. മന്ത്രി പറയുന്നത് ഈ നിങ്ങൾ കാറിന് മുന്നിൽ ചാടി പല സ്ഥലത്തും കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, അത് ഒരു സമരമുറ എന്ന രീതിയിൽ അംഗീകരിക്കുന്നു. പക്ഷെ ഇങ്ങനെ പതുങ്ങിയിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗൂഢാലോചന നടത്തി ഇങ്ങനെ സംഘടിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒരു സ്ത്രീയല്ലേ താൻ എന്ന ഒരു ചോദ്യമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. അല്ല, ഇതെന്താണെന്നറിയോ, മന്ത്രി സമരങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ്, ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരാത്തത് കൊണ്ടാണ് മന്ത്രിക്ക് ഇതെല്ലാം ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ യുവജന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും കടന്നു വന്നില്ല. ചാനൽ അവതാരികയായി അവിടെ നിന്ന് നേരെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അതിനുശേഷം മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഇത്തരം സമര രീതികളെ പറ്റിയൊന്നും അവർക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ പറയുന്ന മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് മന്ത്രിക്ക് വ്യക്തമാക്കും. അല്ലാണ്ട് മന്ത്രി ഞങ്ങൾക്ക് പ്രോട്ടോകോളോ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖയൊന്നും തരേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ പ്രതിഷേധിക്കണമെന്നും ആ പ്രതിഷേധത്തിന്റെ അതിർവരുമ്പ് എവിടെ വരെ എത്തണമെന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ സമരത്തെ വക്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മന്ത്രിയുടെയും സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഴുവൻ ജില്ലകളിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് പരിധി വരെ സമരം പോകാം എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി. അത് മാത്രമാണ് ഇവിടെ കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വീണ ജോർജ് ഈ പറയുന്ന റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പിറ്റേ ദിവസം മുതൽ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെതിരെ അത് ഞങ്ങളുടെ KSUവിന്റെയോ കോൺഗ്രസിന്റെയോ മാത്രം പ്രതിഷേധമല്ല, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ രോക്ഷമാണ് ഞങ്ങൾ ഈ കരിങ്കുടി സമരത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗങ്ങളിലൂടെയല്ല ഞങ്ങൾ പ്രതിഫലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ലല്ലോ, സംസ്ഥാന വ്യാപകമായി ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത് ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപ് 2001 ഈ പറയുന്ന UDF-ന്റെ സർക്കാരിന്റെ കാലഘട്ടത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന KV തോമസിന് നേരെ ഈ പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൂ അന്ന് കരിയോലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്നിട്ട് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന CPM-ന്റെ ആളുകളെല്ലാം പറയുന്നത് കേട്ടാ തോന്നുന്നു ഇതെല്ലാം ആദ്യമായിട്ടുള്ള ഒരു സമരമുറയാണെന്ന്. അതുകൊണ്ട് തൽക്കാലം CPM-മാരുടെയോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിന്റെ ഒന്നും ക്ലാസിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. മന്ത്രി എന്ന് പുറത്തിറങ്ങും അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ ഈ പ്രതിഷേധ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കൂടുതൽ തീവ്രതയുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.